എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കണ്ടോ ഷെയ്ഖ് സൽമാൻ ബീച്ചിലാണ്. അപ്പം നമ്മൾ ചുമ്മാ ഒരു ഔട്ടിങ്ങിനായിട്ട് വന്നതാണ്. കണ്ടോ ഷെയ്ഖ് സൽമാൻ ബീച്ച്. ഓൾറെഡി ഈ ബീച്ചിൻ്റെ ഒരു ഡേ വ്യൂ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ വേണ്ടവർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗായ്സ് അവിടെ കുറച്ച് ചെറിയ വട്ടം കണ്ടോ. അപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ ഉദ്ദേശം ഞാൻ കണ്ടോ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു. അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുക്കിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി. കുക്കിംഗ് സ്റ്റൗ ഉണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അത് ഇപ്പോൾ ക്ലീൻ ചെയ്ത് മസാല പുരട്ടി വെച്ചിട്ട് നമുക്ക് ബീച്ചിലെ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങി ചുമ്മാ ഒന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് കുക്കിംഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഗായ്സ്. അപ്പം നമുക്ക് ആദ്യം ചിക്കൻ മസാല പുരട്ടി വെക്കാം. ഓൾറെഡി ഞാൻ മസാലയെല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ ചിക്കൻ ഫ്രഷായിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത് പൊന്നു ഉണ്ട്, അമ്മു ഉണ്ട്, പിന്നെ സോജൻ ഫ്രണ്ടിലുണ്ട്. കണ്ടോ സോജ ഹായ്. അപ്പോൾ ഗായ്സ് നമുക്കറിയത്തില്ല ഇവിടെ കുക്കിംഗ് ചെയ്യാൻ പറ്റുമോന്നൊന്നും. പക്ഷേങ്കിൽ നമുക്ക് മസാല പുരട്ടി എനിവേ വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് വാഷ് ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് വരഞ്ഞു കൊടുക്കാം. ചില വലിയ പീസായിട്ടാണ് നമ്മൾ എടുത്തത്. ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഗൈസ് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. നാളെ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകാനുള്ള ഞാനാണ്. ഗൈസ് നമുക്കിത് വീണ്ടും ഒന്നും കൂടെ കഴുകി ഒന്ന് വൃത്തിയാക്കാം. ഗൈസ് ഞാൻ ഓൾറെഡി മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതപ്പോൾ നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ആയിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പോകാം. അപ്പോൾ ഇത് ഒന്ന് പിടിച്ചോളും നല്ലപോലെ. മസാല എല്ലാം ഒന്ന് പിടിക്കും. ഇപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഗൈസ് നമ്മൾ നല്ല സൂപ്പർ ഹാൻഡ് വാഷ് ഇട്ട് കൈയൊക്കെ കഴുകിയിട്ടായിട്ട് ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ നമുക്ക് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വരാം. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ബീച്ചിൻ്റെ അവസ്ഥ. അധികം ഇതൊന്നുമില്ല ഗായ്സ്. മീനുണ്ട് ഇതിനകത്ത്, ഇഷ്ടം പോലെ മീനുണ്ട്. പിടിച്ചു നോക്കിയാലോ. വിഷമായിരിക്കും. മീനല്ലായിരിക്കും, വേറെ ഗായ്സ് പണ്ട് തോട്ടിലൊക്കെ ഉള്ള പോലുള്ള ചെറിയ മീന് കണ്ടോ. എന്തീ മീന് കണ്ടോ, അവിടെ മീനുണ്ടായിരുന്നു. കണ്ണ് കാണുന്നില്ല. പാല് പൊക്കി വെക്ക് പോനു ഗായ്സ്. അപ്പം നമ്മുടെ വെള്ളം അപ്പം നമ്മളിപ്പോൾ പാൻ വെച്ചിരിക്കുകയാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി.
അപ്പോൾ ഗൈസ് നമ്മുടെ ചട്ടി ചൂടായി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഓയിലെല്ലാം ചൂടായി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ ചിക്കൻ്റെ ഒരു പാർട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്നും തിരിച്ചിടാം. നമ്മുടെ സ്പൂൺ കൊണ്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഈ പിച്ചാത്തി വെച്ച് തന്നെ നമുക്ക് തിരിച്ചിടാം. കണ്ടോ ഗായ്സ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഗൈസ് നമുക്കപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു നോക്കാം. ഓ ഗൈസ്, നല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട്. ഗൈസ് സ്പൂൺ എടുക്കേണ്ടിയായിരുന്നു ഇത് തിരിച്ച് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി. ഗൈസ് ഇനി ഫ്യൂച്ചർ ഞാൻ നല്ല കിഡിയിലും വീഡിയോ ആയിട്ട് വരും. ഇപ്പം നമ്മൾ ഇനിഷ്യൽ ഇങ്ങനെ ഔട്ട് സൈഡ് കുക്കിങ് കാര്യമായിട്ട് ചെയ്യാത്ത കാരണം നമ്മൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് വരണം. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചിട്ടുണ്ടോ, നല്ല സൂപ്പർ ജ്യൂസി ചിക്കൻ റെഡി ആവുന്നുണ്ട് ഗൈസ്. നല്ല കിഡിയിലെ മണമൊക്കെ വരുന്നുണ്ട്. ഗായ്സ് കണ്ടോ, നല്ല ജ്യൂസി ചിക്കൻ റെഡി ആവുന്നുണ്ട്. കണ്ടോ എന്താ മണമെന്നറിയോ ഗായ്സ്. കണ്ടോ ഇവിടെ വിജനമായ പ്രദേശം, ഒരാൾ പോലും ഇല്ല. കണ്ടോ അതാണ് പച്ചമല ബീച്ചെന്ന് പറയുന്നത്. കണ്ടോ അവിടെയൊക്കെ ഇപ്പം രാത്രിയായി ആരുമില്ല. നേരത്തെ ആ ദൂരത്തൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു, ഒന്നുമില്ല. അവിടെ രണ്ടുപേര് വെളിയിലിരിപ്പുണ്ട് അവിടെ, അല്ലാതെ ഒരാൾക്കാർ പോലും ഇവിടെ ഒന്നും ഇല്ല. കണ്ടോ ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. വീടാണോ ഓഫീസോ ഒന്നും അറിയത്തില്ല, വീടാണെന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമുള്ള സ്ഥലം. അതുപോലെ തന്നെ നമ്മളൊരു സലാഡും ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള സംഭവങ്ങളാണ് ജസ്റ്റ് ഒരു സലാഡ്. ഇത് കണ്ടോ, ക്യാരറ്റ്, ഒരു കുക്കുംബർ, ഒരു സവോള. അപ്പം അത് വെച്ച് ഒരു സലാഡ് നമുക്ക് ജസ്റ്റ് അരിഞ്ഞെടുക്കുന്നേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മുടെ ചിക്കൻ കണ്ടോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഗായ്സ് നമ്മുടെ ചിക്കൻ അപ്പം എല്ലാം മൊരിഞ്ഞ് നല്ല സൂപ്പറായി ഗായ്സ്. ഇപ്പം ഇച്ചിരി കാറ്റായതുകൊണ്ട് ഇതല്ല പുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. നമ്മൾ ഓഫ് ചെയ്ത് സ്റ്റാൻഡേ വെച്ച് ഗായ്സ് നല്ല അടിപൊളിയായിട്ട്
നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു ഇച്ചിരി ഒന്ന് ഈ തിളപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ ഇച്ചിരി എന്താ പറയുക നാരങ്ങ നീരൂടെ ഒന്ന് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കഴിക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ഇച്ചിരി കാപ്പി വെക്കാം. ഗൈസ്, അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വെച്ചു. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് നാരങ്ങ നീരൂടെ പിരിഞ്ഞൊഴിക്കാം. ഇവിടെ കാപ്പി വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫിയാണ് നമ്മൾ ഇടുന്നത് ഗൈസ്. പിന്നെ വെജിറ്റബിൾ സലാഡ് ഇത്രയും, പിന്നെ കുബൂസും കൂട്ടിയാണ് നമ്മളിപ്പം കഴിക്കാൻ പോകുന്നത്. പിള്ളേർക്കൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, നല്ല ജ്യൂസി ഗ്രിൽഡ് ചിക്കൻ, പിന്നെ ഒരു 2-3 സലാഡ് വേണമോ? കുക്കുംബർ ഇട്ടേ, കുക്കുംബർ അല്ല, കുക്കുംബർ, പിന്നെ സലാഡ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതുണ്ട്, പിന്നെ കെച്ചപ്പും ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഗായ്സ് നമുക്ക് ആയിട്ടുണ്ട്. കാപ്പി വേണോ അവനോ? കാപ്പി വേണോ അമ്മു? അമ്മു കാപ്പി വേണോ? ഗായ്സ്, അപ്പം ഞാനും കഴിക്കാൻ പോവാണ്. കണ്ടോ, നല്ല ജ്യൂസി ചിക്കൻ. അപ്പോൾ ഗായ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ വരേക്കും ബൈ.